എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിതാ പുതിയൊരു ദിവസം സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട. അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലാതൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് പനി വന്ന് മാറിയതിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ ഞാനും മക്കളും ഉള്ളത്. അച്ഛനും അമ്മയും മടങ്ങി വരാനായിട്ട് വൈകുന്നേരം ആവേ. അപ്പോൾ അതുവരെയുള്ള യുദ്ധമാണ് ഞാനും മക്കളും തമ്മിൽ. അമ്മ പോകുന്ന സമയത്ത് കിച്ചണിലെ പരിപാടികളൊക്കെ ഏകദേശം തീർത്തിട്ടാണ് പോയിട്ടുള്ളത്. ഇനി അകം ക്ലീൻ ചെയ്യലും മറ്റുള്ള പണികൾ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ മുടിയൊക്കെ ഒന്ന് എന്തായാലും വീഡിയോസൊക്കെ എടുക്കുന്നതല്ലേ, കുറച്ച് മെനയിൽ നിൽക്കാമെന്ന് കരുതി. പിള്ളേർ രണ്ടും കളിക്കലാണ്, ഇടയ്ക്ക് അടിയും കൂടുന്നുണ്ട് കേട്ടോ. ആനിനേക്കാളും കുറുമ്പ് കച്ചുവിനാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് അകം ക്ലീൻ ചെയ്തിടാന്ന് കരുതി. പിന്നെ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നതൊക്കെ ഈ സോഫയിൽ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ സോഫയിലൊക്കെ പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് ഡെയിലി ഞങ്ങൾ ഈ തുണി മാറ്റാറുണ്ട്. സോഫയുടെ പ്രൊട്ടക്ഷന് വേണ്ടി വിരിച്ചിട്ടതാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനിൻ്റെ സോഫയുടെ വിരിയൊന്ന് മാറ്റി വിരിക്കുമ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റിട്ടുണ്ട്. അവളെ ഉറക്കം ഇന്ന് അത്ര ഇതുണ്ടായില്ല. ഇടക്കിടയ്ക്ക് ചുമയുണ്ട്, കുത്തി ചുമയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. ഒക്കെ എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റതായതുകൊണ്ട് തന്നെ അവൾ താഴെ ഇനി കുറച്ച് നേരം കഴിഞ്ഞേ ഇറങ്ങുള്ളൂ. കച്ചുവിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കച്ചു ഞാൻ അടുത്തില്ലാതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് നേരം തട്ടി നിൽക്കണം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അവൾ പെട്ടെന്ന് ഇറങ്ങി കളിച്ചു. നമ്മുടെ വീടിൻ്റെ മുന്നിൽ എപ്പോഴും ആൾക്കാരെക്കാട്ടും കൂടുതൽ ചെരുപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ചെരുപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ആവശ്യമുള്ള ചെരുപ്പ് മാത്രം അവിടെ വെക്കുന്നുണ്ട്. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അച്ചാച്ചനപ്പുറത്ത് നിന്ന് വിളിച്ച് പറയും കേട്ടോ, ചെരുപ്പ് ഇങ്ങനെ മുൻവശത്ത് ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ മക്കൾ വീഴുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിത് ആവശ്യത്തിലുള്ള ചെരുപ്പ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ ഞാനിതാ കച്ചുവിന് ഒരു സൈഡിലായിട്ട് കിടത്തിയിട്ടുണ്ട്. അവളെ മൂഡൊക്കെ മാറി നല്ല മൂഡിലോട്ട് മാറിയിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ താഴെയും മേലെയുമായിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി ഷെൽഫിൽ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാനൊന്നും സമയം ഉണ്ടായില്ല. പിന്നെ മക്കളെയും കൊണ്ട് അമ്മക്കും നേരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇനി നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പതുക്കെ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാമെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പില്ലോ കവർ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോന്നും ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് വേറെ പില്ലോ കവർ വേറെ എന്നിട്ട് ഇടുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ഈ ബെഡിൽ വിരിച്ചത് പോലെ ഉണ്ടാവും കേട്ടോ. ബെഡ്ഷീറ്റ് വേറെയും പില്ലോ കവർ വേറെയും ഉണ്ടാവും. ഈ ഒരു പേരും പറഞ്ഞ് ഞാനും അമ്മ അടി കൂടുന്ന സമയത്ത് അമ്മ പറയും, വരുന്നവർക്ക് നിന്റെ ബെഡ്ഷീറ്റ് വിരിച്ച് നോക്കാനല്ലേ സമയം ഉണ്ടാവുക. എന്നാലും ബെഡിൽ വിരിച്ച വിരി ഒന്ന് നമുക്ക് സംതൃപ്തിയോടെ നോക്കണമെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോ കവറും സെയിം ആയല്ലേ ഭംഗിയുണ്ട്. ഇനിയും പില്ലോ കവർ മിസ്സിങ് തന്നെയാണ് കേട്ടോ. ഇനി തപ്പി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇടയിൽ ഒന്ന് സ്കിൻ റൂട്ടീനൊക്കെ ചെയ്യാമെന്ന് കരുതി. കാരണം ഇവരെ മൂഡ് മാറുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്താൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ ഞാനിതാ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തത് പിന്നെ നേരെ ഇതാ സ്കിൻ ടോണർ അടിച്ച് മോയ്സ്ചറൈസിങ് ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഓരോ ആൾക്കാർ സ്കിൻ റൂട്ടീനൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ലേ. ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്കിൻ റൂട്ടീനൊന്നും ഞാൻ കൃത്യമായിട്ട് ചെയ്യലില്ല. അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖത്ത് വന്ന മാറ്റങ്ങളും എല്ലാം കാണുന്ന സമയത്ത് അതിനോട് ചെറിയ താല്പര്യം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പഠിക്കുന്നതും ഈ ഒരു ഭാഗത്ത് തന്നെയാണല്ലോ. 4-5 വർഷം മുന്നേ എനിക്ക് ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്രയാണ് ഫീസ് വരിക ഒന്നും അറിയില്ല. ആ സമയത്ത് ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ എനിക്ക് നാണമില്ല ഈ മറ്റുള്ളവരെ കാല് പോയി പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനതങ്ങ് വിട്ടു. പിന്നെ ഇതിപ്പം മോളെ ചേർക്കേണ്ട സമയം വന്നപ്പോഴാണ് എൻ്റെ സമയം നന്നായത്. ഞാൻ അവസാനം ഒരുപാട് ആഗ്രഹിച്ചോണ്ടെന്നറിയില്ല ഈ ഫീൽഡിലേക്ക് തന്നെ എത്തിയത്. പണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീൽഡിലേക്ക് നമ്മൾ എത്തിച്ചേരും. പിന്നെ കുറച്ച് തലയിലെഴുത്തൊക്കെ വേണം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഫീൽഡാണ് ഈ ബ്യൂട്ടീഷ്യൻ്റെ എന്ന് പറയുന്നത് കേട്ടോ. ചിരി വരില്ല എന്ന് സത്യം ചെയ്ത് വന്ന പോലെയാണ് കേട്ടോ. അങ്ങനത്തെ പില്ലോ കവർ മൊത്തം തപ്പിയെടുക്കേണ്ട പരിപാടിയാണ്. ഞാൻ ബെഡ്ഷീറ്റ് മൊത്തം എടുത്തിട്ട് അച്ഛൻ്റെ ബെഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് മടക്കി ഷെൽഫിലോട്ട് കയറ്റണം. ഇന്നത്തെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് പിന്നെ നേരെ ഞാനിതാ ഷെൽഫിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. മേലെ വെച്ചാൽ പിന്നെ മേലോട്ടേക്ക് കയറാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഇവിടെ മേലെ കയറൽ ഭയങ്കര കുറവാണ്.
ലിജിയാറിൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ ബെഡ്റൂം മേലെയാണ്. അതുകൊണ്ട് ഇടക്കിടക്കേ മേലോട്ട് ബെഡിൻ്റെ അടിയിലൊന്നും വലിയ പൊടിയില്ല കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് മൊത്തം അടിച്ചു വാരി ഇട്ടതാണ്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങ് അടിച്ചു വരുന്നില്ല. എൻ്റെ അടിയിൽ മൊത്തം നമ്മുടെ ഹാമ്പേഴ്സിൻ്റെ പരിപാടികളാണ് കേട്ടോ. ഹാമ്പേഴ്സിൻ്റെ സാധനങ്ങളും ഒക്കെയാണ്. ഈ റൂമിലെ ബെഡ് ഞാനൊന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ ഉറുമ്പുണ്ടായതുകൊണ്ട് അതെടുത്ത് പുറത്ത് വെയിലത്തിട്ടു. നല്ല വെയിലാണ്, അതുകൊണ്ട് ഉറുമ്പ് വന്ന വഴി ഓടിക്കോളും. അടക്ക് കഴിക്കേണ്ട ഫുഡൊക്കെ എടുത്തിട്ട് ഈ ബെഡിലൊക്കെ കയറിയിരിക്കും. ഇവിടെ ആരും കിടക്കാറൊന്നുമില്ലേ. അമ്മ ടൗണിൽ പോയ സമയത്ത് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പില്ലോ കവർ ഇല്ലാതൊരു ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിന് മാച്ചായിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് പില്ലോ കവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവിടെ വിരിച്ചിരുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, എനിക്ക് ക്ലീനിങ് വീഡിയോസ് മാത്രമാണോ ഇടാനുള്ളത്, വേറെ വീഡിയോസ് ഒന്നും ഇടാനില്ലേന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇടുന്നത് ഈ ക്ലീനിങ് വീഡിയോസ് തന്നെയാണ്. എനിക്ക് കുറച്ചും കൂടി വ്യൂ കിട്ടുന്നതും ഈ ക്ലീനിങ് വീഡിയോസ് തന്നെയാണ്. കിച്ചൺ ടിപ്സും കിച്ചൺ ഹാക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണത്തിനും അടുത്തന്നെ ഇരിക്കാൻ വേണം, എന്നാൽ രണ്ടുപേരും അടുത്ത് കണ്ട് റെഡിയുമാണ് കേട്ടോ. ആലിൻ്റെ കാല് കച്ചുവിൻ്റെ മേത്താണുള്ളത്. തുടങ്ങി വെക്കുന്നത് ആൻലി ആണെങ്കിലും കിട്ടുന്നത് കച്ചുവിന് എടുക്കുന്ന ആൻലിക്കാണ് കേട്ടോ. കച്ചുവിന് 1.5 വയസ്സാണെങ്കിലും അവള് കഴിയുന്നത്ര ആൻലിക്കുട്ടീനെ ഉപദ്രവിക്കലുണ്ട്. രണ്ടെണ്ണം കൂടി അവിടെ നിന്ന് എന്തെങ്കിലും ആക്കട്ടെ എന്ന് കരുതി ഞാൻ എന്താ പുറത്തേക്ക് അടിച്ചു വരാനായിട്ട് വന്നത്. പിള്ളേരും ഞാനും മാത്രം ആയതുകൊണ്ട് തന്നെ സമയം പോകുന്നതേ ഉണ്ടായില്ല. ഈ ഉച്ച സമയത്തൊന്നും ഈ ഭാഗത്തൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. ആരും പുറത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ആ സമയത്തൊക്കെ ആൾക്കാർ പുറത്തിറങ്ങുന്നത് ഭയങ്കര കുറവാണ്. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ചവിട്ടി സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് വെക്കാറുണ്ട്. ഇവിടെ നായൻ്റെ ശല്യം അതുപോലെ തന്നെ പൂച്ച ശല്യമൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. നായനേക്കാളും കൂടുതൽ പൂച്ചയാണ്. നായനേക്കാളും മാത്രമല്ല മനുഷ്യന്മാരെക്കാളും കൂടുതൽ ഈ ഭാഗത്ത് പൂച്ചയാണുള്ളത്. പിന്നെ കച്ചും ആൻലിയും ഈ മാറ്റിൻ്റെ മേലെ ഇരുന്ന് കളിക്കലും എന്തെങ്കിലും കഴിക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ പൂച്ചയുടെ രോമമൊന്നും ആവണ്ടെന്ന് കരുതിയിട്ടാണ് മേലെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഏകദേശം ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റ് എത്ര പൊടി തട്ടിയിട്ട് വിരിച്ചാലും പൊടി തന്നെയാണ് ഉണ്ടാവുക. ചെറിയ പൊടികളുണ്ടാവും. പിന്നെ കച്ചു ആൻലിയൊക്കെ പുറത്ത് പോയി കളിച്ച് വന്ന് അതേ സ്പോട്ടിൽ ഇതിലോട്ട് കയറി വരും. അതുകൊണ്ട് തന്നെ ചെറിയ മണ്ണുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മാമൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്താണ് ഈ ഒരു മാറ്റ് വാങ്ങിച്ചത്. ഈ മാറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അമ്മക്ക് വലിയ ഇഷ്ടമായില്ല ഈ കളർ. പക്ഷേ നമുക്ക് ഈ കളർ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴുക്കായാലും മനസ്സിലാവില്ല. നമ്മളെ വീട്ടിലാണെങ്കിൽ 2 പിള്ളേരുണ്ടല്ലോ, പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. എന്നേക്കാളും മുന്നിൽ ഇതാ കച്ചു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കച്ചുവിനെ എടുത്തിട്ട് ഞാൻ ഇതകത്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഡോറ് അടച്ചിട്ടിട്ട് വൈകുന്നേരം മാത്രമേ ഡോറ് തുറന്നിടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും കച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി ആ സമയത്ത് വേഗം ചോറ് കഴിക്കാനായിട്ട് പോകാമെന്ന്. കച്ചു ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ആൻലിക്കൊരു ക്ഷീണമുണ്ട്. അവളെ പോയിട്ട് എഴുന്നേൽപ്പിക്കൽ കണ്ടില്ലേ. ഇതാ കോഴിക്കോട് കുറുക്കൻ തപ്പി നടക്കുന്ന പോലെ നടക്കുന്നുണ്ട് ആൻലിക്കുട്ടി. കച്ചുവിനാണെങ്കിൽ ചെറിയൊരു സൗണ്ട് മതി, അപ്പോഴേക്കും അവൾ എഴുന്നേറ്റിട്ട് കരയാൻ തുടങ്ങും. എൻ്റെ റൂമിൽ ഇവിടെ ഒന്നും വലിയ ക്ലീൻ ചെയ്യാനുണ്ടാവില്ല കേട്ടോ. ഈ തട്ടുണ്ടല്ലോ, എന്താ പറയുക, അലമാരി ഉണ്ടല്ലോ, അതിൻ്റെ അകത്താണ് ഫുൾ സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുക. അതായത് ഇത് ഈ ഭാഗത്ത് കേട്ടോ ഉള്ള സാധനങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്താണ് കൊണ്ടുപോയി കയറ്റി വെക്കുക കേട്ടോ. അതുകൊണ്ട് ഇത് ഡെയിലി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വൃത്തിയേടായിട്ട് കിടക്കും. ഞാൻ പിന്നെ റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതും അപ്പം തന്നെ ക്ലീൻ ചെയ്തിടും. അതപ്പോൾ അതിൻ്റെ ഒന്നിച്ചങ്ങ് കഴിഞ്ഞ് പോയിക്കോളും. എല്ലാം ക്ലീൻ ചെയ്തിടുന്നതിൻ്റെ ഇടയിൽ കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ കച്ചു ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിളി പോയൊരവസ്ഥയാണ് കേട്ടോ. അതാ സൗണ്ട് ആക്കിയിട്ടൊക്കെ കച്ചുവിനെ എഴുന്നേൽപ്പിക്കേണ്ട പരിപാടി നോക്കുന്നുണ്ട് അവൾ. പിന്നെ ഞാൻ ആൻലീനെയും കച്ചുവിനെയും ഡ്രസ്സ് അപ്പം മടക്കിയത് ഇതിൻ്റെ അകത്തോട്ട് വെക്കും. ചില സമയത്ത് തുണി മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ്. ആ സമയത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മടി കൂടുതലാവും. അതുകൊണ്ട് ഇതാ ഇപ്പം അപ്പം തന്നെ മടക്കി വെക്കാറുണ്ട്. ഇതങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മക്കും ഡ്രസ്സ് എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതാ ഷെൽഫിൻ്റെ മിറർ മൊത്തം ആൻലിക്കുട്ടിയും കച്ചും തൊട്ടിട്ട് കലയാക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് ഷാമ്പു വെച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഗ്ലാസ് ക്ലീനറല്ല, ഷാമ്പു വെച്ചിട്ട് ആണൊന്ന് തുടച്ചെടുക്കുന്നത്. ഇനിതാ താഴേന്ന് ആൻലിക്കുട്ടിയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻലി ഇതാ പേപ്പർ വെച്ച് താഴേന്ന് തുടക്കുന്നുണ്ട്.
അത് വീഡിയോസിൽ കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോസും കഴിയാനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇത്രയും നാൾ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഇനി എൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ബിസി ആയിപ്പോയി. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം മറന്നു പോവാതെ കമൻറ്റ് ചെയ്ത് അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. See you.